എന്റെ ചോര തന്നെ വേണമായിരുന്നു ഗോവിന്ദന് കൈ കഴുകാൻ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അമ്മിണി, ഇന്നു മുതൽ നീ എന്റെ മോളാണ്. ഇവിടുന്ന് നിന്നെ ഇറക്കി വിടാൻ വരുന്നവൻ ആരാണെന്ന് എനിക്കൊന്നറിയണം. ഞാനും ഗോവിന്ദനും ഒരമ്മയുടെ വയറ്റിൽ പിറന്നവരാണ്. അവനുള്ള വാശിയും ധിക്കാരവും എനിക്കുമുണ്ട്. നീ വിഷമിക്കണ്ട മോളെ. ഇക്കാര്യങ്ങളെല്ലാം ഓർമ്മിക്കാനുള്ള പ്രായം അന്ന് നിനക്കില്ലായിരുന്നു. നമ്മുടെ അച്ഛന്റെ ഘാതകന്മാരാണ് മംഗലത്തെ പണിക്കരൻ കോയിക്കലെ കുറുപ്പും. നമ്മുടെ അച്ഛന്റെ ഘാതകന്മാരുടെ രക്തം കൊണ്ട് തന്നെ ഞാൻ കൈകഴുകിച്ചു. തീർച്ച ഞാൻ അവന്മാരെ കാണാൻ പോവുകയാണ്. ധൃതി വെക്കാതെ അനിയ, ആവേശം കൊണ്ട് കാര്യവും നടക്കാൻ പോകുന്നില്ല. സമയം വരുമ്പോൾ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു. ഇനി കാത്തിരിക്കാൻ വയ്യ. സുഖു, പണിക്കർക്ക് ആൾബലം കൂടുതലാണ്. ആൾബലം എനിക്കൊരു പ്രശ്നമല്ല. നീ ഒന്ന് സമാധാനപ്പെട്. ഇവിടെ പണിക്കർക്കെതിരായി ഒരു ശക്തി വളർന്നു വരുന്നുണ്ട്. അത് നമുക്ക് സഹായമായിരിക്കും. ശേഖരകുഞ്ഞിന്റെ മരണത്തെപ്പറ്റി അന്വേഷിക്കാമെന്ന് ഇൻസ്പെക്ടർ യൂണിയൻ ഓഫീസർ കാത്തിരിക്കുന്നു. നീ ഇവിടെ ഇരിക്കുക, ഞാനിപ്പോ വന്നേക്കാം. കാപ്പി കൊണ്ടുവരട്ടെ? നിന്റെ സൽക്കാരമൊന്നും എനിക്ക് വേണ്ട. എങ്കിലും ഇവിടെ 3 ആഴ്ച ഞാൻ വിടൂ. അങ്ങനെ എന്നെ പിടിച്ചു നിർത്താൻ ഒരുത്തിയും വളർന്നിട്ടില്ലടി. എന്ത് ചോദിച്ചാലും കോപം തന്നെ. ഒന്ന് ചിരിച്ചു കാണാൻ എന്ത് കൊതിയാണെന്ന്. ഒരേത്ത് ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു. എനിക്ക് സുഖേട്ടനെ ഇഷ്ടമാണ്. എന്റെ അടുത്ത് വന്നാൽ അടിച്ചു നിന്റെ പല്ല് ഞാൻ താഴെ ഇടും. സുഖേട്ടനെ തല്ലുകൊള്ളാനും എനിക്കിഷ്ടമാണ്. നാശം, എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തൊരു ശവം.